ഇന്ന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൊറർ പോസ്റ്ററാണ്. അപ്പോൾ അതിൽ ഞാൻ സബ്ജക്റ്റായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് ഇമേജ്സ് ദ നൺ എന്ന ചിത്രത്തിലെ ക്യാരക്ടേഴ്സിനെയാണ്. അപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അറിയാത്തവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ലെറ്റ്സ് ഇൻട്രോ. നമ്മളിവിടെ ഈ ചിത്രം ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇത്രയും സ്റ്റോക്ക് ഇമേജസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതുപോലെ ആ ഒരു ചിത്രങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇതിൽ നിന്ന് നല്ലപോലെ ചെയ്യാൻ പറ്റും. ഇതിനെ വളരെ സിമ്പിളായിട്ട് കുറച്ച് സ്റ്റോക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് നൺ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ, ആ ഹൊറർ സിനിമയുടെ ഒരു എന്താ പറയുക സ്റ്റോക്സ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പള്ളിയുടെ ചിത്രം ഇവിടെ ഇതിൽ ക്യാൻവാസിൽ ഫിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മോഡൽ ഇമേജ് ആയിട്ടുള്ള ആ ഒരു നൺ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സിസ്റ്ററിൻ്റെ ഇമേജ് ഉണ്ട്. ആ ഒരു ഇമേജാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമയുടെ സീക്വൻസിലുള്ള ഒരു ഇമേജാണ്. നമുക്കിനി ആ ഒരു സിസ്റ്ററിനെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പെൻ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് വേണ്ടതെന്ന് പറയുന്ന ആ ഒരു ഗോസ്റ്റിൻ്റെ ഇമേജാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഫേസ് ആണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഹൊറർ ഞാൻ എടുക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ്, നമുക്കെല്ലാം പെട്ടെന്നൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്ററിൻ്റെ പുറകിലായിട്ട് ഈ ഒരു ഗോസ്റ്റിൻ്റെ ഇമേജ് കൊണ്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോസ്റ്റിൻ്റെ ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ഔട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാം. അഡ്വാൻസ് ലെവലായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി ചെയ്യാം നമുക്ക് അഡ്വാൻസ് ലെവലായിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻസ് ഇതിൽ നിന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് കുറച്ച് ടൈമും കൂടി എടുക്കും. നമുക്ക് തുടക്കത്തിലെ കുറച്ച് ബേസിക്സ് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് പതിയെ ആക്കാം. മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റർ. അത് നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്ററാണ്. അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയൊരു വർക്കാണത്. അപ്പോൾ നിങ്ങളത് കയറി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇനി ഇതിൻ്റെ ഒരു കളർ ടോണൊക്കെ ഒന്ന് മാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ലൈറ്റും ഈ ഒരു ലാമ്പ് ആ ഒരു സിസ്റ്ററിൻ്റെ കൈ ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ അതിൽ ഓൾറെഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഇതിന് മാച്ചാക്കി എടുക്കാം. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ ഗോസ്റ്റിൻ്റെ ഇമേജ്, ഹൊറർ ഇമേജ്, ഇങ്ങനെയുള്ള ഹൊറർ ടൈപ്പ് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കണ്ടൻസാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ കൂടുതലായിട്ട് കർവ് ടൂളൊക്കെയാണ് യൂസ് ചെയ്ത് ലൈറ്റിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ട്യൂട്ടോറിയലിലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാനിവിടെ സ്മോക്കിൻ്റെ ഒരു ഓവർലേ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഈ ഒരു ബോട്ടം സൈഡിലായിട്ട് ഞാനൊന്ന് പ്ലേസ് ചെയ്യുവാണ്. എൻ്റെ ബ്ലെൻഡിങ് മോഡ് സ്ക്രീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ബ്ലർ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ബ്ലർ ചെയ്യുന്നത്. എഡ്ജ് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അവിടെ ടോട്ടൽ ഇമേജ് ആയിട്ട് ഞാൻ കൊടുക്കുവാണ്. ടോട്ടലായിട്ട് സിസ്റ്ററിൻ്റെ ഇമേജും ഗോസ്റ്റിൻ്റെ ഇമേജും ഒത്ത് ഞാൻ ഇവിടെ ബ്ലർ ചെയ്തെടുക്കുവാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് നമുക്ക് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ആ ഒരു സിസ്റ്ററിൻ്റെ ഫേസിലും അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് വീഴുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഈ ലൈറ്റ് ഒന്ന് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ച് ആൻഡ് ടീൽ കളറിലാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതി ഫേമസ് ആയിട്ടുള്ള ടോണാണ്. അപ്പോൾ ഞാൻ ഒരു ഗോസ്റ്റിൻ്റെ പുറകിലായിട്ട് ടീൽ കളറിൽ ഞാൻ കുറച്ച് കളർ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ഓറഞ്ച് കളറിൻ്റെ ഒരു ലെയർ എടുത്തിട്ടിട്ട് ഈ ഒരു
ലാമ്പും ആ ഒരു സിസ്റ്ററിൻ്റെ ഫേസും ഒക്കെ നമുക്ക് ഒന്ന് ഹൈലൈറ്റ്സ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഗോസ്റ്റിൻ്റെ പുറത്തും കൂടി കുറച്ച് ബ്ലൂ ടോൺ കൊടുക്കാം. ഗോസ്റ്റിൻ്റെ ഫേസിലും കുറച്ച് ബ്ലൂ ടോൺ കയറി നിൽക്കുന്നതായിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കളർ ഗ്രേഡിംഗ് കൂടെ ഒറ്റ ക്യാമറ റോ യൂസ് ചെയ്തിട്ട് ഒറ്റ ഇതിൽ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, ഞാൻ ആ സിനിമയുടെ ദ നൺ എന്നുള്ള ടൈറ്റിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടൈറ്റിലും കൂടി ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിയൽ ഫീല് കിട്ടും. എന്നിട്ട് ജസ്റ്റ് എൻ്റെ ഒരു നെയിം താഴെ ഞാൻ നമ്മളെ പോസ്റ്ററിൽ കാണുന്ന പോലെ ജസ്റ്റ് സ്മോൾ അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ക്രിയേഷനാണ്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള പോസ്റ്റർ ക്രിയേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് സിനിമയിലെ വേണോ അല്ലെങ്കിൽ മോഡൽ വെച്ച് വേണോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തൊരു പോസ്റ്റർ എന്ന് പറയുന്നത് മിന്നൽ മുരളി എന്ന ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ റീമേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതൊരു റീമേക്ക് അല്ല, ഇത് നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു മിന്നൽ മുരളി ചിത്രത്തിലെ പോസ്റ്റർ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു പൊളി വീഡിയോയുമായി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോൾ അതുവരെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.